നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിൽ പ്രതിഷേധം കനക്കുന്നു. നീക്കം ഗൂഢാലോചനയുടെ ഭാഗമെന്ന് പ്രതിപക്ഷം. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭത്തിൽ. അതേസമയം നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ 4 വിദ്യാർത്ഥികളെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു. അർജുൻ പീതാംബരൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, വിദ്യാർത്ഥികളുടെ ഭാവി അത് ഇങ്ങനെ തുലാസിൽ വെച്ചിരിക്കുന്ന ഒരു കാലം ഇതിനു മുൻപുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. യുപിയിൽ നമുക്കറിയാം പോലീസ് പരീക്ഷ, അതിനുശേഷം നീറ്റ്, ഇപ്പോൾ നെറ്റ്. ഇത് NTA നടത്തുന്ന പരീക്ഷകളാണോ NDA നടത്തുന്ന പരീക്ഷകളാണോ എന്ന് പ്രതിപക്ഷം പരിഹസിക്കുന്നുണ്ട്. മാധു, തീർച്ചയായിട്ടും വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ അത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തു നിന്നും വരുന്നു. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണ്. ഒരുപാട് വിദ്യാർത്ഥികളാണ്. ഈ നെറ്റ് പരീക്ഷയ്ക്ക് മാത്രം 11,21,000 വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തത്. അതിൽ 9,08,000-ലധികം വിദ്യാർത്ഥികൾ ആ പരീക്ഷ എഴുതിയിരുന്നു ജൂൺ 18-ാം തീയതി. ഒരു പ്രസ് റിലീസിലൂടെയാണ് ഈ എക്സാം റദ്ദാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ റദ്ദാക്കിയ നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും എല്ലാമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ടും അതുപോലെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭത്തിന് തന്നെ SFIയും JNU സ്റ്റുഡൻസ് യൂണിയനും ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയനും രംഗത്ത് വരാൻ പോവുകയാണ്. അവർ ഉന്നയിക്കുന്ന പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ അഖിലേഷ് യാദവ് അടക്കം ഉന്നയിക്കുന്ന ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഒരു ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട് ഈ നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിന് പിന്നിലെന്നത്. അത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ, ആരോഗ്യ മേഖലയെ, നമ്മുടെ സംവിധാനത്തെ പോലും അട്ടിമറിക്കാൻ, തകർക്കപ്പെടാൻ രീതിയിലുള്ള ഒരു ഗൂഢാലോചനയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംവിധാനങ്ങളിൽ വലിയ തോതിൽ ചോദ്യപേപ്പർ ചോർച്ചയടക്കം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമടക്കം ഇപ്പോൾ നിലനിൽക്കുന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. ഒപ്പം തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇരട്ടി പ്രഹരം തന്നെയാണ് അവരെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ആദ്യം നീറ്റ് പരീക്ഷയിലെ ആരോപണങ്ങൾ, അതിലെ ക്രമക്കേടുകൾ, അതിന് പുറമെയാണ് ഇപ്പോൾ നെറ്റ് പരീക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള നീക്കം കൂടി, ആ നടപടി കൂടി വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ സമസ്തിപൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു വിദ്യാർത്ഥി മൊഴി നൽകിയിരിക്കുന്നു. ചോദ്യപേപ്പർ ചോർത്തി കിട്ടി ഒരു ദിവസം മുൻപ്, നീറ്റ് പരീക്ഷയ്ക്ക് ഒരു ദിവസം മുൻപ് എന്നുള്ള കാര്യം. അതൊരു ബന്ധു വഴിയാണ് ഈ ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയത്. ഓരോ തവണയും ഈ കേന്ദ്രവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രാലയവും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും എടുത്തെടുത്ത് പറഞ്ഞാണ് ചോദ്യപേപ്പർ ചോർച്ച നീറ്റ് പരീക്ഷയിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അത് പക്ഷേ ആ ഒരു വാദം പാടെ പൊളിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് മാത്രം ഇപ്പോൾ 4 വിദ്യാർത്ഥികളെ കൂടി ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇടപെട്ടിട്ടുണ്ട്, റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ വിശദാംശങ്ങളും ചോദ്യപേപ്പർ ചോർച്ചയുടെ കാര്യങ്ങളും എല്ലാം തന്നെ ആവശ്യപ്പെട്ട് ചോദിച്ചറിഞ്ഞുകൊണ്ട് നിലവിൽ ഈ കേസിൽ 17 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതിൽ 8 പേർ വിദ്യാർത്ഥികളാണ്. മറ്റ് ആളുകൾ ഈ വിദ്യാർത്ഥികളുടെ ബന്ധുമിത്രാർത്ഥികളാണ്. ഇവരിൽ നിന്നാണ് ഈ ചോദ്യപേപ്പർ അടക്കം ഇവർക്ക് ചോർന്ന് കിട്ടിയത്. അതിൽ വലിയ തോതിൽ പണം, ഏകദേശം 30 ലക്ഷം രൂപ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട കോഴ ആരോപണങ്ങൾ കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇതിൽ